ഹലോ സുഹൃത്തെ, ഒന്ന് നിൽക്കോടെ, ഒന്ന് നിൽക്കൂ. ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മനസ്സിലെന്താ, നീ വലിയ കിബിറുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, നമ്മളൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ. ഞാനൊരു വലിയ ആളാണ്, ഞാൻ എന്ന അഹംഭാവം നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഞാൻ എന്നെ നോക്കി ഞാൻ പറയാണ്, ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാൻ ആദ്യകാലത്ത് പള്ളിയിലൊക്കെ ഓതി പഠിച്ചിരുന്ന മുത്താലിമായിരുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും എൻ്റെ താടി, എൻ്റെ മുഖത്ത് ഒരു മുടി ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് ഒന്നും മുളച്ചു വന്നിട്ടില്ല. പിന്നെ അവിടുന്ന് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മെല്ലെ 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 ഓരോ കറുത്ത മുടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അത് കുറച്ചാണ് കഴിഞ്ഞപ്പോൾ പിന്നെ വെളുത്ത മുടിയായി. ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല ഇതൊന്നും. എൻ്റെ സ്വന്തം മുഖത്ത് അധികാരം നടത്താൻ കഴിയാത്ത ഞാനാണോ കിബിർ നടിക്കുന്നത്? എനിക്കിത് മാറ്റിയെടുക്കാൻ കഴിയുമോ? കറുപ്പ് വെളുപ്പാക്കാനോ വെളുപ്പ് കറുപ്പാക്കാനോ ഒന്നും കഴിയില്ല. ചില ആളുകൾ വെളുപ്പ് കറുപ്പാക്കാൻ വേണ്ടി ചായ അടിക്കുന്നുണ്ട്, വലിയ തെറ്റാണത്. മൻ സവ്വദ വജ്ഹഹു സവ്വദല്ലാഹു ലഹു യൗമൽ ഖിയാമ. മുഖം കറുപ്പിക്കുക, ചായം കൊടുക്കുക, അവൻ അല്ലാഹു തആല ഇരുട്ടുള്ള മുഖമാക്കി അല്ലാഹു ആഖിറത്തിൽ കൊണ്ടുവരുന്ന പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. എൻ്റെ മുഖത്ത് മുടി വരാനോ മുടി കറക്കാനോ വെളുക്കാനോ ഒന്നും എനിക്കധികാരമില്ല. എന്നോട് ചോദിച്ചിട്ടല്ല, അത് ഓട്ടോമാറ്റിക് വരികയാണ്. സ്വന്തം മുഖത്ത് അധികാരം നടത്താൻ കഴിയാത്ത ഞാൻ, ഒരല്പം വയറ്റിൽ കാഷ്ടമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഞാൻ, വയറ്റിന്നോക്ക് പിടിച്ച് കക്കൂസിലിങ്ങനെ പോയി അടുപ്പിച്ച് പോയാൽ തളർന്നു വീഴുന്ന ഞാൻ, മൊബൈൽ ലാട്രിൻ സഞ്ചരിക്കുന്ന കക്കൂസായ ഞാൻ, ഉമ്മായുടെയും ഉപ്പായുടെയും ബീജത്തുള്ളിയിൽ നിന്ന് ഉൽപ്പാദിച്ചെടുത്ത ഞാൻ, എന്തിന് കിബിർ നടിക്കണം? പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട. അതാണ് സത്യത്തിൽ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ചോരക്കട്ടയെന്ന് വെറുക്കപ്പെടുന്ന ചോരക്കട്ട. അതങ്ങനെ വലുതായി വല്ല. ഇപ്പൊ നീ എന്തായി? കാഷ്ടം ചുമന്ന കൊട്ടയാണ്. മൊബൈൽ ലാട്രിൻ വയറ്റിൽ കാഷ്ടം കൊണ്ടുണ്ടായതുകൊണ്ടായി ഇങ്ങനെ നടക്കുന്നത്. കാഷ്ടം കംപ്ലീറ്റ് അങ്ങ് പോയാൽ കുഴഞ്ഞു വീഴും. ട്രിപ്പ് കയറ്റേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. സ്വന്തം മുഖത്തോ സ്വന്തം ശരീരത്തിലോ ഒരധികാരവും എൻ്റെ ശരീരത്തിൽ നിനക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് കിബിറാണ്? അല്ലാഹു അഹദ്, അല്ലാഹു അക്ബർ, അവനാണ് കിബിറടിക്കാനുള്ള അർഹത കംപ്ലീറ്റ് റബ്ബിന് കൊടുക്കുക. നമ്മളെപ്പോഴും താഴ്മയിൽ നിൽക്കുക. വലിപ്പത്തരം കൊണ്ടൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്താണെന്നറിയോ? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ. ഒരാളെ കൽബിൽ, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഒരല്പം ചെറിയ കടുകമണിയുടെ 1000 കഷ്ണം നുറുക്കി ഒരംശമെങ്കിലും കിബിർ, ഞാൻ എന്ന വലിപ്പുണ്ടെങ്കിൽ, കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിൽ അവൻ സീറ്റ് റിസർവ്ഡ് ആണ്. നരകത്തിൽ സീറ്റ് റിസർവ്ഡ് ആണ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നോ ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ദുബായിൽ നിന്നോ UAE നിന്നോ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്താൽ, നിന്റെ ആ ഫ്ലൈറ്റിൽ നിനക്കൊരു സീറ്റ് റിസർവ്ഡ് ആണ്. അതേപോലെ തന്നെ കിബിറുണ്ടെങ്കിലും നരകത്തിൽ സീറ്റ് റിസർവ്ഡ് ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഹംഭാവം നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് തീണ്ടുക പോലും ചെയ്യരുത്. അതാണ് നമ്മുടെ ഈ അഹംഭാവം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നത്. ഞാൻ എന്ന ഭാവം, ഞാൻ വിചാരിച്ച മാതിരിയെ നടക്കാവൂ, ഞാൻ ആരാന്നറിയോ, എനിക്കെന്തൊക്കെ കഴിവുണ്ടെന്നറിയോ. 10 പൈസ കയ്യിലുണ്ടാകുമ്പോഴേക്ക് നമ്മുടെ സ്വഭാവം മാറി ചേഞ്ചായി
പൈസ ഇല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം. ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് അല്പം പോലും കിബിറില്ലെന്ന് നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അവിടെയാണ് ജീവിതത്തിൽ വിജയം. എനിക്ക് കിബിറില്ല എന്ന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ വിജയിച്ചു. അത് പറയാൻ എനിക്ക് കഴിയില്ലെങ്കിൽ, എനിക്കൊക്കെ കിബിർ വരാറുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണോ എന്ന് തോന്നിയാൽ ഉസ്താദുമാരെ ബേജാറാണ്. സദസ്സിൽ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കണം, ആലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, ഉസ്താദുമാരെ കാണുമ്പോൾ ബഹുമാനിക്കണം. അതൊക്കെ അവരുടെ കടമയാണ്. പക്ഷെ അവർ വരുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിചാരിച്ചു പോയാൽ പോയി കഥ. ഞാൻ 5 വക്ത് നിസ്കരിക്കും, ഞാൻ ഉഷാറാണ്, ഞാൻ നോമ്പൊക്കെ നോക്കും, ഞാൻ നല്ല മട്ടത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ പോയി കഥ, കഴിഞ്ഞു കഥ. അത്രയൊന്നും ചിന്തിക്കാനൊന്നും നമ്മളായിട്ടില്ല. ഒന്ന് ഒതുങ്ങുക, ഒന്ന് താഴുക, അതുകൊണ്ടൊരു നഷ്ടമില്ല. ഉയർന്നിക്കണ ആരറിയോ? ഉള്ളിലൊന്നും ഇല്ലാത്തവനാ ഉയർന്നിക്കുക. മരം അങ്ങനെയാണ്, ഒന്നുമില്ലാത്ത മരക്കൊമ്പ് കാണാൻ നല്ല ഉയർന്നിക്കണ്. എന്തെങ്കിലും കായ്ക്കനികളുള്ള മരം ഉണ്ടല്ലോ, അതിങ്ങനെ താഴ്ന്ന് 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 ഖുശൂവോടുകൂടെ ഇങ്ങനെ വരും താഴ്മയിലേക്ക്. ആ താഴ്മയാണ് നമുക്ക് ആവശ്യം. അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാവും. അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ.